ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ രാവിലെ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്നപ്പോൾ ഇന്നൊരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. ഏകദേശം ഒരു 6 മണിയൊക്കെ തന്നെ ഇന്നായിട്ടുണ്ടായിരുന്നു. ജോഗിങ്ങിനൊന്നും ഇന്ന് പോകാൻ പറ്റിയില്ല, കാരണം നമുക്കിന്ന് രാവിലെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആകപ്പാടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും രാവിലെ പോയി പപ്പ തന്നെ പാലെടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റതല്ലേ, എന്നാൽ പിന്നെ പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കാമല്ലോ. അതുമല്ല, എനിക്കിന്ന് വേറൊരിടത്ത് വരെ പോകാനുണ്ട് കേട്ടോ. നമ്മുടെ വീടിനടുത്ത് നമുക്ക് പരിചയമുള്ളൊരു അപ്പച്ചന് വയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നേരെ അങ്ങോട്ടൊന്ന് പോവേണ്ടതൊക്കെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒതുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ എന്നാൽ പിന്നെ ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ സാധാരണ പരിപാടി പോലെ തന്നെ നമ്മുടെ വീട്ടിലും ഇന്ന് രാവിലെ ചായയിടയിൽ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ചായ ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് രാവിലെ പണി ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് മോട്ടർ അടിച്ച് പോയിട്ടുണ്ട്. അതുമല്ല, നമുക്ക് നമ്മുടെ ജപ്പാൻ്റെ വെള്ളം ഇന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്ന് പൈപ്പ് സമരത്തിലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ കോരി മനുഷ്യൻ്റെ നടു ഒടിഞ്ഞെന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും തലേന്ന് രാത്രിയിലെ ഒരു ബക്കറ്റ് വെള്ളം കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ വലിയ മൂശാട്ട ഇല്ലാണ്ട് തന്നെ നമുക്ക് ചായ ഇടാൻ പറ്റി കേട്ടോ. അങ്ങനെ ചായക്കുള്ള വെള്ളം എല്ലാം വെച്ചിട്ട് നമ്മൾ തേയിലയും പഞ്ചസാരയൊക്കെ ഇടുന്നത് എല്ലാവരും ഇടാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചായയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൂട്ടത്തിലാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ടക്കറി വെക്കാമെന്ന്. കാരണം ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെ മാവായിരുന്നു ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ കോഴിയുടെ മുട്ടയാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഒരെണ്ണം കിട്ടും. കാരണം നമുക്ക് ഒരു കോഴിയുള്ളൂ മുട്ട ഇടുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരു മുട്ട കിട്ടാറുണ്ട് കേട്ടോ, ഡെയിലി കിട്ടാറുണ്ട്. പിന്നെ ഇതുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ അതിൻ്റെ കോഴിത്തീറ്റ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കോഴി മുട്ട തരത്തുള്ളൂ. അല്ലാതെ വല്ല ചോറോ അല്ലാതുള്ള എന്ത് അലുത്തുകുളുത്ത് സാധനങ്ങൾ കൊടുത്താൽ അവർ പടിമുടക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും കോഴിത്തീറ്റ കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ഡെയിലി മുട്ട കിട്ടാറുള്ളത്. എന്തായാലും ഒരു 4-5 മുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മുട്ടയൊക്കെ നമ്മൾ കഴുകി കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരേ ടൈം തന്നെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ഒരു സാധനം അടുപ്പിൽ വെച്ചിട്ട് അതിനെ നോക്കി മാത്രം ഇങ്ങനെ നിൽക്കത്തില്ല, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒരേ ടൈം തന്നെ പല കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണ രാവിലെ അടുക്കളയിലോട്ട് എണീറ്റ് വന്നാൽ ജനൽ തുറന്നാണ് പരിപാടികളൊക്കെ തുടങ്ങാറുള്ളത്. പക്ഷെ ഇന്ന് എന്തോ രാവിലെ തന്നെ അത് മറന്നുപോയി കേട്ടോ, ജനൽ തുറന്നിടാനെ കൊണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാനത് ഓർത്തത്. അങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. പിന്നെ ആ ഒരു കൂട്ടത്തിൽ തന്നെ മുട്ടക്കറിക്ക് വേണ്ടുന്ന നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ നമുക്ക് അതും ചെയ്തു പോവാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വെള്ളമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ നമ്മുടെ ജോഗിങ് മുതൽ കാര്യങ്ങളെല്ലാം മുടങ്ങി നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ചോറോ ഒന്നും നമുക്ക് അധികം വെക്കേണ്ടതില്ല കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മമ്മി പറഞ്ഞു സിമിയെ നമ്മൾ ഇന്ന് പോന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ചോറ് ഇന്ന് വെക്കുന്നില്ല എന്ന്. പിന്നെ ഞാനും കിച്ചൂസും പപ്പയും ഉള്ളല്ലോ വീട്ടിൽ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നലെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചോറ് വെക്കേണ്ട, അതാകുമ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളതായി പിന്നെ രാത്രിത്തേക്കുള്ളത് എന്തെങ്കിലും നോക്കിയാൽ മതിയല്ലോ എന്ന് വെച്ച് അങ്ങനെ രാവിലെ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ തന്നെയാണ് വെക്കാറുള്ളത്. ചോറിനുള്ള വെള്ളം അങ്ങ് വെക്കേ. കാരണം എനിക്ക് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് അടുപ്പിലോട്ട് പോകുന്ന ഭയങ്കര ഒരു ടാസ്ക്കാണ്. എനിക്ക് അടുപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഈ അടുപ്പിലെ പരിപാടികളൊക്കെ. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാറില്ല, മമ്മിയും പപ്പയാണ് അടുപ്പൊക്കെ കത്തിച്ച് ചോറങ്ങ് അതിനകത്തങ്ങ് വെക്കും. കാരണം നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്ന അരി അത്യാവശ്യം നല്ല രീതിയിൽ വേവുള്ള അരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അടുപ്പിൽ വേവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു ടൈം കൊണ്ട് ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഏകദേശം ഒരു 6:30 ഇവിടെ എല്ലാവരും ചായ കുടിക്കുവേ. പിന്നെ നമ്മൾ ചായയൊക്കെ എടുത്തിട്ട് നേരെ സിറ്റൗട്ടിലാണ് കേട്ടോ വന്നിരുന്ന് എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് രാവിലെ കഥയൊക്കെ പറഞ്ഞ്. പിന്നെ ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു, കാരണം മുറ്റത്തൊക്കെ നല്ല രീതിയിൽ നനവൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മഴയൊക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ ആ മാവിൻ്റെ ഇലയിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നേ. അതൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ ഇരുന്ന് സംസാരിച്ച്
സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സിറ്റൗട്ടിരുന്ന് ചായ കുടിക്കുകയാണ്. കുറേ നേരം ഇരുന്ന് കാര്യം പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറെങ്കിലും നമ്മളവിടെ സ്പെൻഡ് ചെയ്യും. ഒരു 6:30-ക്ക് ഇരിക്കാൻ തുടങ്ങുന്നത് എങ്ങനെ പോയാലും ഒരു 9 മണിയെങ്കിലും ആവാതെ നമ്മൾ എഴുന്നേക്കത്തില്ലേ. അങ്ങനെ കുറേ ദിവസത്തെ വിശേഷങ്ങളും പഴയ കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. എല്ലാവരോടും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞ് ചിരിച്ച് തലേന്നത്തെ കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും അയൽവക്കത്തെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ചായ കുടിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ചിലപ്പോൾ എബിച്ചാൻ വിളിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും, ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, അവരവരുടേതായ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചായ കുടികളിൽ ഇങ്ങനെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഇന്ന് എന്തോ കറി വെക്കേണ്ടതെന്ന് ആലോചിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വീണ്ടും ആ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വെള്ളമില്ലാന്ന്, അതുകൊണ്ട് ഇങ്ങനെ പാത്രത്തിൽ കോരി വെച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ അടുത്ത പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ അന്നേരം കഴുകി പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളും വലിയ തട്ടുകേടുകളും ഒന്നും ഇല്ലാതെ നമുക്ക് തട്ടിയും മുട്ടിയൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കൂന കൂട്ടി ഇട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളായിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് വെള്ളവും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അന്നേരമുള്ള പാത്രങ്ങളെല്ലാം മാക്സിമം കഴുകി പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ തുടപ്പും എന്നെ സംബന്ധിച്ചും അതും അപ്പോൾ തന്നെ ചെയ്തു പോകാറുണ്ട്. അങ്ങനെ നമുക്ക് മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദേ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതെല്ലാം കുനുകുനായിട്ട് അരിഞ്ഞെടുക്കും. ഞാൻ ഇതിൻ്റെ പരിപാടികളെല്ലാം കുക്കറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്ത് കറികൾ വെച്ചാലും ഒന്ന് വേവിച്ചെടുക്കാനെ കൊണ്ടെന്നുള്ള രീതിയിൽ കുക്കറിലാണ് കേട്ടോ ഞാൻ മാക്സിമം ചെയ്യാറുള്ളത്. ചിക്കൻ കറി മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ കുക്കറിലോട്ട് അധികം കടക്കാത്തത്. പക്ഷേ ഈ മുട്ടക്കറി, ബീഫ് കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു മസാലയൊക്കെ ആ ഒരു സവാളയിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല രീതിയിലൊക്കെ ഒന്ന് മസാല പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ എനിക്ക്. എല്ലാവരും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് തോന്നി ഈ സവാള നല്ല നീളത്തിലാണ് അരിയാറുള്ളത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് കുനുകുനാന്നാണ് കേട്ടോ അരിയാറുള്ളത്. ഒരു 3-4 തവണ ഒന്ന് കീറി എടുത്ത് സവാള ഇങ്ങനെ കുനുകുനാന്ന് അരിയുമ്പോൾ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വെന്തും കിട്ടാറുണ്ട്. അതുമല്ല മസാലയൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാറുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നീളത്തിലൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ അതൊരുമാതിരി കയണം കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ്, ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ആ ഒരു ഇടികല്ലിനകത്ത് ഇടിച്ചാണ് എടുക്കുന്നത്. പിന്നെ ആ ഒരു ചെറിയ ഒരെണ്ണത്തിന് നമ്മുടെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വീണ്ടും നമ്മുടെ വെള്ളം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, ഞാൻ തന്നെ കോരണ്ടേ. അതുകൊണ്ട് മാക്സിമം നമ്മൾ വെള്ളം പിടിച്ചാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇടികല്ലിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഒന്നും കൂടി എളുപ്പം. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നന്നായിട്ട് അരഞ്ഞ് ആ ഒരു വെള്ളമായിട്ടൊക്കെ കിട്ടണമെങ്കിലും ആ ഇടികല്ലി ഇട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നും കൂടി ബെറ്റർ നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇടുന്നതിനേക്കാട്ടിലും. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടൻ മുട്ട ആയതുകൊണ്ട് തന്നെ പൊളിഞ്ഞ് വരാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്നാലും ഒരു വിധമൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുക്കറൊക്കെ ഒന്ന് നമ്മൾ വീണ്ടും കഴുകിയൊക്കെ ഒന്ന് വെച്ചു. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ മസാലകളൊക്കെ ഓൾമോസ്റ്റ് പാത്രങ്ങളിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗരം മസാല ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഗരം മസാല ഇവിടെ തന്നെ വാങ്ങിച്ച് ഉണക്കി പൊടിച്ചാണ് എടുക്കുന്നത്. എനിക്ക് മസാലയുടെയൊക്കെ സ്മെല്ല് ചെല്ലുമ്പോഴത്തേക്ക് മൂക്കിന് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് പെട്ടെന്ന് ഒരു തുമ്മൽ വരും കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഏത് പൊടികൾ എടുത്താലും എനിക്ക് തുമ്മൽ വരും. മൂക്കിന് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ ആ ഒരു ടൈമിൽ. അതുകൊണ്ട് ഞാൻ കഴിവതും മുളക് പൊടിയുടെ മേഖലയിലോട്ടൊന്നും പോയി ഇങ്ങനെ തട്ടിയിട്ട് വയ്ക്കാറില്ല കേട്ടോ. കാരണം നന്നായിട്ട് തുമ്മുവേ. അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ ഈ മുളക് ഉണക്കുന്ന പരിപാടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കഴിവൊന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം അന്നത്തെ ദിവസം പിന്നെ ഞാൻ എഴുന്നേക്കത്തില്ല, നല്ല തുമ്മലായിരിക്കും. പിന്നെ നമ്മൾ തലേന്ന് രാത്രിയിൽ ഒരു 10 മണിയൊക്കെ എപ്പോഴായിരുന്നേ മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈസ്റ്റ് ഇട്ട ഒരു അപ്പത്തിനൊരു പ്രത്യേക മണമാണ്. നമ്മൾ സോഡാപ്പൊടി ഇടുന്നതിനെക്കാട്ടിലും എനിക്കൊന്നും കൂടി ഇഷ്ടം ഈസ്റ്റ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മണമാണ്, പ്രത്യേക ഒരു ടേസ്റ്റും ഫീൽ ചെയ്യാറുണ്ട്.
അങ്ങനെ മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് അതിൻ്റെ താഴെ ഒരു പാത്രവും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു മാവ് ആട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു പാതാമ്പരമൊക്കെ നല്ല രീതിയിൽ കഴുകി തുടയ്ക്കേണ്ട ഒരു പണിയും കൂടെ കിട്ടിയേനെ. എന്തായാലും ആ ഒരു പാത്രം വെച്ചതുകൊണ്ട് എനിക്കറിയാമായിരുന്നു ഈസ്റ്റ് ഇട്ടതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാവ് പൊളിച്ച് പൊങ്ങുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള മാവൊക്കെ വേറൊരു പാത്രത്തിലോട്ട് എടുക്കുന്നത് മാക്സിമം കപ്പിലാണ്. കാരണം നമുക്ക് അതൊന്ന് ഒഴിക്കാനും എടുക്കാനും ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കപ്പാണ് കേട്ടോ. കപ്പിൽ യൂസ് ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോ. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ദോശയും അപ്പം ഒക്കെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മാവ് പകരുമ്പോൾ സ്വാഭാവികമായിട്ടും മാവുകളൊക്കെ അവിടെ തെറിക്കാറുണ്ടല്ലോ. എനിക്കും തെറിച്ചു. ഞാൻ കൈയോടെ തന്നെ തുടച്ച് മാറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഒട്ടിപ്പിടിച്ച് പിന്നെ അത് കഴുകി എന്തോ ഒരു മെനക്കേടാ. അതുകൊണ്ട് കൈയോടെ തന്നെ തുടച്ച് മാറ്റി. പിന്നെ നമ്മൾ മാവിൻ്റെ ആ ഒരു അടിപ്പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഒന്ന് കഴുകി മാറ്റി, അതിൻ്റെ അടപ്പും ഒന്ന് കഴുകി മാറ്റി, എല്ലാവരെയും കഴുകി മാറ്റി എടുത്ത് എൻ്റെ വെള്ളം മൊത്തം തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീണ്ടും കോരണമല്ലോ എന്നോർക്കുമ്പോൾ ഒരു മനോവിഷമം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ പാത്രം കഴുകുന്നതിനൊന്നും എനിക്കൊരു വിഷമമല്ല. പക്ഷെ വെള്ളം കോരണം, അതാണ് ഏറ്റവും വലിയ വിഷമം. കോരി മനുഷ്യൻ്റെ നടു ഒടിയുന്നതല്ലാതെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ജപ്പാൻ്റെ വെള്ളം എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഉച്ച വരെയുള്ളൊരു പാടേ ഉണ്ടായിരുന്നുള്ളേ. അതേ കണ്ടോ, ആ ഒരു കപ്പിനകത്ത് ആ മാവ് ഒഴിക്കുമ്പോൾ എന്തൊരു ഈസിയാണെന്ന് നോക്കിക്കുക. നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ മുട്ടക്കറിക്കുള്ള ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു ടൈം കൊണ്ട് അപ്പത്തിനുള്ള ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ അപ്പം ചുടാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമല്ലോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, ആ ഒരു വെളിച്ചെണ്ണയുടെ കുപ്പി കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം. എന്തൊക്കെ ചെയ്തിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് ഇതുങ്ങൾ പോകുന്നില്ലേ. എന്തായാലും അവിടേക്ക് ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ അതുകൊണ്ട് അധികം ആ കുപ്പിയിലോട്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു കുപ്പിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് അടപ്പ് വെച്ച് അടച്ചു വെച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണയുടെ വലിയൊരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. പക്ഷേ ഈ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെക്കുമ്പോഴത്തേക്ക് അതിന് അടപ്പില്ലാത്തത് കൊണ്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പാളാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഉറുമ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പുറത്ത് കിച്ചണിലോട്ട് മാറിയാലോ എന്ന ആലോചന ഇല്ലാതില്ല. പക്ഷേ എനിക്കെന്നാലും ഇഷ്ടം ഈ ഒരു അകത്തെ കിച്ചൺ തന്നെയാണ്. പിന്നെ നമ്മളവിടെ ഒരു ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു അടുക്കള നമ്മളങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നതല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഈസിയാണ്. കാരണം നമ്മൾ ദുബായിലായിരുന്ന സമയത്ത് നമ്മുടെ കിച്ചണൊക്കെ ഇതിനെക്കാട്ടിലും ചെറിയ ശോകമാണ്. അവിടെ താമസിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ കിച്ചണൊക്കെ ഭയങ്കര ചെറുതാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ കിച്ചൺ ഞാൻ രാജകീയമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മമ്മിക്ക് അത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല. കാരണം മമ്മിയുടെ കാല് വയ്യാത്തത് കൊണ്ട് ഇവിടെ ഇരുന്ന് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ പുറത്തെ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ പാതാമ്പരം അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം ഉണ്ടായതുകൊണ്ട് കയറി ഇരുന്നൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും കേട്ടോ. ചില സമയങ്ങളിൽ അവിടെ കിടക്കാറ് വരെയുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല നീളത്തിലുള്ള കിച്ചണാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ആ കിച്ചൺ കാണിച്ചു തരാവേ. ഇതുവരെ ഞാൻ ആ ഒരു കിച്ചൺ ആരെയും കാണിച്ചു തന്നിട്ടില്ല. പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള കിച്ചണാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ മിക്ക പേരും ചോദിക്കാറുണ്ട്, ഇത്രയും സൗകര്യത്തിൽ നിങ്ങൾക്ക് പുറത്ത് കിച്ചൺ ഉണ്ടായിട്ട് ഈ കുഞ്ഞ് കിച്ചണിൽ എന്തിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നറിയാവോ? നമ്മുടെ ഈ ഒരു പരിസരത്ത്, അതായത് നമ്മുടെ ഈ വീട് നിൽക്കുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും വീടുകളില്ല. ഞങ്ങളുടെ ഈ ഒരു ഒറ്റ വീട് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറിയും കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് കേട്ടോ നമുക്ക് വീടുകളുള്ളത്. അപ്പോൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് അന്നത്തെ കറികളൊക്കെ ചൂടാക്കി വെക്കാനും ഒക്കെ കാണും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോകാനുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ അകത്തെ കിച്ചൺ ഉപയോഗിക്കുന്നത്. ആരും എന്നെ കളിയാക്കേണ്ട, സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഈ കിച്ചൂസ് രാത്രിയാകുമ്പോൾ എൻ്റെ കൂടെ വരത്തില്ല. മമ്മിയും പപ്പയും ഒക്കെ അകത്തായിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോകണം. എനിക്ക് പേടി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു പുറത്തെ കിച്ചൺ ഉപയോഗിക്കാത്തത്. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കിച്ചൺ. പിന്നെ നമ്മളൊരു സ്റ്റോറേജ് ആയിട്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പണ്ട് മീൻസ് ഞാൻ നേരത്തേക്ക് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു അകത്തെ കിച്ചൺ ഉപയോഗിച്ച് തുടങ്ങിയത്. എനിക്ക് പേടിയായതുകൊണ്ട്, എനിക്ക് ഒറ്റയ്ക്കൊന്നും ഇറങ്ങി വരാൻ വയ്യാത്തതുകൊണ്ട്, അല്ലാതെ ഒന്നും കൊണ്ടുമല്ല കേട്ടോ ഞാൻ അകത്തെ കിച്ചൺ ഉപയോഗിക്കുന്നത്.
ഇത്രയും സൗകര്യത്തിൽ നമുക്ക് നല്ലൊരു കിച്ചൺ പുറത്തുണ്ട്. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. അങ്ങനെ നമുക്കിതേ നമ്മുടെ കാപ്പിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കിച്ചൂസിനും കൊടുത്തു, ഇവിടെയുള്ള എല്ലാവർക്കും കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാനൊക്കെ ഇരുന്നു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെയും കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സൗകര്യക്കുറവ് നല്ല രീതിയിലുള്ള ഒരു അടുക്കള തന്നെയാണിത്. എന്നാലും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര സ്വർഗ്ഗമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കിച്ചൺ, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയാലും ഞാൻ മിണ്ടാതിരിക്കും. കാരണം എനിക്കിവിടെ നിന്ന് മാറാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മളൊന്ന് കഴുകിയെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചായ കുടിക്കുന്ന ഗ്ലാസ് പൊട്ടി കേട്ടോ. ഇനി ആ ഗ്ലാസ് മാറ്റിയിട്ട്, ഗ്ലാസ് അല്ല കപ്പ്, ആ കപ്പ് മാറ്റിയിട്ട് നമുക്ക് പുതിയ കപ്പ് വാങ്ങിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും, വാങ്ങിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു കപ്പ് നമ്മൾ മാറ്റണം. ആ ഒരു കപ്പ് മാത്രമല്ല, 2 കപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. സിമിച്ചിയുടെ കപ്പും പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് സിമിച്ചിക്കൊക്കെ കപ്പ് വേണം കേട്ടോ. സാധാരണ ഗ്ലാസ്സിൽ കുടിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി 2 കപ്പ് വാങ്ങിക്കണം. അങ്ങനെ ആ കപ്പും പാത്രമൊക്കെ ഒന്ന് കഴുകിക്കഴിഞ്ഞു. അപ്പത്തിൻ്റെ പാത്രം എല്ലാം ഒന്ന് കഴുകി. പിന്നെ നമ്മുടെ കുക്കർ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ട്. വെള്ളം വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പം വന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അന്നേരം ഞാനും കഴുകുകയാണ് കേട്ടോ. അമ്മയും പറഞ്ഞു വേണ്ട, വെള്ളം വന്നിട്ട് കഴുകിയാൽ മതി. പക്ഷേ എനിക്കൊരു തൃപ്തി വരത്തില്ല. കിച്ചൺ അങ്ങനെ ഇട്ടിട്ട് ഇറങ്ങി പോകാൻ എനിക്കൊരു തൃപ്തി വരത്തില്ല. തലേന്ന് രാത്രിയിലാണെങ്കിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാൻ കിടക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. പണ്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനാകുമ്പോൾ എപ്പോഴാണ് ഒരു അത്യാപത്ത് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീടും പരിസരങ്ങളിലും ഒക്കെ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇട്ടിരിക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ അടുക്കളയൊക്കെ എന്തായാലും കഴുകിയെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടേ കിടക്കാറുള്ളേ. പാത്രങ്ങളൊന്നും അങ്ങനെ വലിച്ചൊന്നും വാരിയിട്ടൊന്നും ഇടാറില്ല. അങ്ങനെ നമ്മളിതേ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ അതൊക്കെ ഇരിക്കേണ്ടടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പാത്രങ്ങളെല്ലാം മാറ്റി വെക്കും. പിന്നെ ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ മാത്രമേ നമ്മുടെ കിച്ചണിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി പാത്രങ്ങളൊക്കെ പുറത്താണ് വെക്കുന്നത്. പിന്നെ പറഞ്ഞില്ലേ നമ്മൾ അടുപ്പിലാണ് ചെയ്തു തുടങ്ങിയെന്നുള്ളത്. അപ്പം നമുക്ക് വിറകിൻ്റെ ഒരു പരിമിതി ഉള്ളത് കാരണം ഞാൻ നമ്മുടെ മാജിദ് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട്, അവർക്ക് അവിടെ ഈ റബ്ബറിൻ്റെ തോട്ടം ഉണ്ട് കേട്ടോ, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ആ ഒരു പറമ്പിലൊക്കെ പോയിട്ട് കുറച്ച് വിറകൊക്കെ ഒന്ന് പറക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചേച്ചി വാങ്ങിച്ചു വെച്ച് വിറക് ഇരിപ്പുണ്ടായിരുന്നു. എന്നോട് ഒരുപാട് പറഞ്ഞത് എടുത്തുകൊണ്ട് പോകാം. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് വേറൊരു വൈബല്ലേ. നമ്മൾ അയ്യത്തൊക്കെ പോയി പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് ചുള്ളിയൊക്കെ പറക്കാൻ പോയിട്ടുണ്ട് ഇതേപോലെ. അങ്ങനെ ഞാനും സിമിച്ചിയും കൂടാണ് കേട്ടോ പോയിട്ട് ചുള്ളിയൊക്കെ ഒന്ന് പറക്കി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പഴയ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ. ഞങ്ങളൊക്കെ എന്തുമാത്രം ചുള്ളികളൊക്കെ ഇതുപോലെ ഓരോ അയ്യത്തും കയറി ഇങ്ങനെ പറക്കിയൊക്കെ എടുത്തിട്ടുണ്ടെന്നറിയാമോ. മമ്മിയൊക്കെ ഇങ്ങനെ പോകുമ്പോഴും ഞങ്ങളും കൂടെ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ ഇഷ്ടംപോലെ വിറകും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. നമുക്ക് തടിയുടെ പരിപാടിയൊക്കെയാണ്. ഇഷ്ടംപോലെ വിറകൊക്കെ വീട്ടിലുണ്ട്. അവിടുന്ന് നേരത്തെ ഇവിടെ വണ്ടിയൊക്കെയുള്ള ടൈമിൽ ഞാൻ പോയിട്ടൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ വിറകൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ വണ്ടിയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പോയിട്ട് വരുമ്പോൾ വിറകൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ വിറകൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു അടുത്തിടെയായിട്ടാണ് ഞങ്ങളിങ്ങനെ നമ്മുടെ നമ്മുടെ അടുപ്പിൽ ഇങ്ങനെ വേവിച്ചൊക്കെ ഒന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചുള്ളി കമ്പുകളൊക്കെ കിട്ടിയാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തീ കത്തിക്കൊള്ളും. അങ്ങനെ ഞാൻ പോയി അങ്ങനെ കുറേ വിറവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അവിടെ നിന്നും കുറേ വിറവുകളൊക്കെ അല്ലാതെ ഈ പ്ലാവിൻ്റെയൊക്കെ ഒടിഞ്ഞു കിടന്നതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞുറുക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടിച്ചെടുക്കാൻ കുറേ വിറവുകൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് പൊട്ടിച്ചെടുത്തോണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഒരു ദിവസം പോയിട്ട് അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് വരണേ. അങ്ങനെ ആ ഒരു എൻ്റെ അടുക്കളപ്പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ചോറൊക്കെ ഒന്ന് നമ്മൾ ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാൻ നമ്മൾ മാറി കേട്ടോ. ഇന്ന് സിമിയൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതുകൊണ്ട് ചോറ് വെച്ച് കേട്ടോ, വീണ്ടും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ ചൂരക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കറികളൊന്നും അതുകൊണ്ട് വെക്കേണ്ടി വന്നില്ല. ചോറ് മാത്രമേ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് ചിക്കൻ കറി വെച്ചില്ല. നാളെ സൺഡേ അല്ലേ, നാളെ സ്പെഷ്യലായിട്ട് നാളെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ചിക്കൻ കറി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്മുടെ സ്ഥിരം പരിപാടിയായ ക്ലീനിങ് സെക്ഷനിലോട്ട് കടന്നിരിക്കുകയാണ്. നേരെ ഞാൻ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് തട്ടിക്കുടഞ്ഞൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഇടുന്നുണ്ട്. ഞാനങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ട് തട്ടിക്കുടയുന്നില്ല. കാരണം ആ ഒരു ഭാഗത്ത് കയറി നിന്ന് അതൊന്ന് ടക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു അലമാരിയും കൂടെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഷീറ്റൊക്കെ ഒന്ന് 2 സൈഡിലൊന്ന് പൊക്കിയെടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് അതിനകത്തോട്ടൊക്കെ ഒന്ന് ടക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ഞാനൊന്ന് കുടഞ്ഞ് മടക്കിയൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ റൂമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വൃത്തിയായി തന്നെ കിടക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെ തൂത്തെടുക്കാറുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി. കൂടുതലും വൃത്തിയാക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ ഒരു റൂം മാത്രമായിരിക്കും. കാരണം കിച്ചൂസ് നല്ല രീതിയിൽ വലിച്ചു വാരി ഇടാറുണ്ട്. അവൻ്റെ ടോയ്സൊക്കെ എടുത്തിട്ട് അവൻ കട്ടിലേലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കും. അവന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പിറക്കിയൊക്കെ വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ നടക്കണം. പിന്നെ അവൻ്റെ സ്റ്റഡി ടേബിളും കൂടെ ആ ഒരു സൈഡിലോട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ബാഗും ഒക്കെ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കട്ടിലയിലോട്ട് വന്ന് കിടക്കാറുണ്ട്. പക്ഷേ ഞാനതൊക്കെ കാണുമ്പോൾ എടുത്ത് മാറ്റിയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി എടുത്തു. ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കേട്ടോ, കുറച്ച് പോസിറ്റീവൊക്കെ കയറിക്കോട്ടെ എന്ന്. അങ്ങനെ നമ്മൾക്ക് ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഒരു മോർണിംഗ് റുട്ടീൻ എടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കിച്ചൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ പെൻസിലൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ആ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടി വെച്ചേക്കാം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തൊക്കെ തട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞ് ചിലപ്പോൾ അങ്ങ് തറയിലോട്ട് ഇടും. അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കയ്യിലെടുത്തിട്ട് കൊണ്ട് കളയും. പിന്നെ തൂക്കുന്ന അപ്പോൾ തന്നെ തൂക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടേക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം മമ്മി വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ കമ്മലുകളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് എടുത്ത് അലമാരിയിലോട്ടൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ബുക്കുകളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചു. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ട്യൂഷൻ്റെ ബുക്കുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ പഴയ ബുക്കുകളെല്ലാം ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പുതിയ ബുക്കുകളൊക്കെ വരുന്നത് മാത്രം നമുക്ക് സ്റ്റഡി ടേബിളിൻ്റെ മണ്ടയിലോട്ട് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പുതിയ ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പഴയതൊക്കെ ഞാനെടുത്ത് മാറ്റി. ഇപ്പോൾ കുറച്ച് സ്ഥലം അതുകൊണ്ട് മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.